കർത്താവായ യേശുക്രിസ്തുവിന് എന്നേക്കും മഹത്വം. ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിശ്വസിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വിശ്വാസങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിശ്വാസമുണ്ട്. മെഡിക്കൽ സയൻസിൽ നമുക്ക് വിശ്വാസമുണ്ട്. ടെക്നോളജികളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട്. സൂര്യൻ രാവിലെ തന്നെ ഉദിക്കുമെന്നും മഴ സമയത്ത് തന്നെ ലഭിക്കുമെന്നും സൂര്യാസ്തമയം കൃത്യമായി നടക്കുമെന്നും നാം വിശ്വസിക്കുന്നു. സൂര്യൻ്റെ ഉദയവും അസ്തമനവും കലണ്ടറുകളിൽ കൃത്യമായി പ്രവചിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മനുഷ്യൻ തൻ്റെ ബുദ്ധിയും കഴിവും അനുസരിച്ച് കാലാകാലങ്ങളിൽ വികസിപ്പിച്ചു കൊണ്ടേയിരുന്നു. അത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ എത്തി നിൽക്കുന്നു. പക്ഷേ ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ എങ്ങനെ നിൽക്കുന്നു? ഏകസത്യ ദൈവമായ യേശുക്രിസ്തു ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്ന് പറയുമ്പോൾ ചില മനുഷ്യരെങ്കിലും അത് അവിശ്വസിക്കുന്നു. യേശു 2000 വർഷം മുമ്പ് കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി എന്ന് പറയുമ്പോൾ ചിലർ അത് വിശ്വസിക്കുന്നില്ല. പകരം ഇന്നും മൃഗബലി തുടരുന്നു. യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്, നിത്യജീവനുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ചില മനുഷ്യർക്ക് സാധിക്കുന്നില്ല. ലോകപരമായ സകല കാര്യങ്ങളിലും നമുക്ക് വിശ്വാസമുണ്ട്. ഒരു വിമാനത്തിൽ കയറുമ്പോൾ അതിൻ്റെ ടെക്നോളജിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആശുപത്രിയിൽ നിന്നൊരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്കതിൽ വിശ്വാസമുണ്ട്. പ്രകൃതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ നാം അവിടുത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? നമ്മുടെ ഈ ലോക ജീവിതവും നിത്യജീവനും അവിടുന്ന് ഭദ്രമാണെന്ന് വിശ്വസിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും മരുന്നുകൾ സർവ്വസാധാരണമാവുകയില്ലായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുന്നാണ് സകലത്തിൻ്റെയും കേന്ദ്രബിന്ദു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ജനനത്തിന് മുമ്പായി ഒരു നക്ഷത്രം ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി. ലോകത്തിൽ ഒരാൾ ജനിച്ചപ്പോഴും ഇങ്ങനെ നക്ഷത്രം വഴികാട്ടിയതായി നമുക്ക് അറിവില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലഘട്ടത്തെ BC-യും AD-യുമായി നാം കണക്കാക്കുന്നു. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചില സന്ദർഭങ്ങളിൽ കടലിനെയും കാറ്റിനെയും നിയന്ത്രിച്ചു. എന്തുകൊണ്ട്? അവ യേശുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അവ യേശുവിനെ അനുസരിക്കുന്നു. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി, ഭൂതങ്ങൾ വിട്ടുപോയി. കാൽവരിയിൽ യേശുവിൻ്റെ ജീവൻ ശരീരത്തിൽ നിന്നും വേർപെട്ടപ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടായി, മലകൾ വിണ്ടുകീറി. യേശുവിൻ്റെ ശരീരം മാത്രമേ ലോക ചരിത്രത്തിൽ നശിച്ചു പോകാതെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. സകല മനുഷ്യൻ്റെയും ശരീരം മരണത്തിന് ശേഷം ഭൂമിയിൽ അഴുകിച്ചേരുന്നു. യേശു മാത്രമേ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ അനേകായിരം പ്രത്യേകതകൾ യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിലുള്ള വിശ്വാസം വിശുദ്ധ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു പാപിയെ നീതീകരിക്കുന്നു. റോമർ 3:21 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ അത് വെളിപ്പെടുത്തുന്നു. വിശ്വാസത്താൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുമ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. ശ്രദ്ധിക്കുക, തിക്കി ഞെരുക്കിയ ആൾക്കൂട്ടത്തിൽ നിന്നും അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രം സ്പർശിച്ചപ്പോഴാണ് അവൾ സൗഖ്യം പ്രാപിച്ചത്. അവളുടെ ആ വിശ്വാസത്തിന് യേശുവിൽ നിന്നും വിടുതൽ ശക്തി പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ആഴമുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നവർ ഉണ്ടായിരിക്കാം. പക്ഷേ 12 വർഷമായി ഉണ്ടായിരുന്ന രക്തസ്രാവം നിലച്ചത് അവൾ യേശുവിനെ വിശ്വസിച്ചപ്പോഴാണ്. നമ്മുടെ വിശ്വാസത്തിന് യേശുവിൽ നിന്ന് ശക്തി പ്രവഹിക്കത്തക്കവണ്ണം ആഴമുണ്ടായിരിക്കണം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം മലകളെ നീക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. ആബേൽ കയീൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി വിശ്വാസം മൂലം സമർപ്പിച്ചു. ഹാനോക്ക് വിശ്വാസം മൂലം മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. നോഹ വിശ്വാസം മൂലമാണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് പെട്ടകം നിർമ്മിച്ചത്. അബ്രഹാം വാഗ്ദത്ത ഭൂമിയിലേക്ക് വിശ്വാസം മൂലം പ്രയാണം ചെയ്തു. സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. ഗിദെയോൻ, ബാരക്, സാംസൺ, ജെഫ്ത, ദാവീദ്, സാമുവേൽ തുടങ്ങിയ അനേകർ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു. സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. ഇങ്ങനെ അവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇവയെല്ലാം സാധിച്ചത്. ഹെബ്രായർ 11:6 പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. ഈ ലോകത്തിന് ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട്.
നമ്മെ അമ്മയുടെ ഗർഭപാത്രത്തിൽ മെനഞ്ഞെടുത്ത ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ ഓരോ മണൽത്തരിയും ആ പിതാവാം ദൈവത്തിൻ്റെതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച യഹോവയായ ദൈവത്തിൽ നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്ക കുഞ്ഞിനെ പോലെ വിശ്വസിക്കുമോ? നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കും. 4 വയസ്സുള്ള ഒരു കുഞ്ഞ് പിറ്റേ ദിവസം തൻ്റെ അമ്മ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമോ എന്നോർത്ത് ശങ്കിക്കാറില്ല. പക്ഷെ ബുദ്ധി വർദ്ധിക്കും തോറും മനുഷ്യൻ തന്നിൽ തന്നെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം നിരാശയും ദുഃഖവും അതിനു പുറകെ കടന്നു വരും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കുമ്പോൾ അവനുള്ള നിങ്ങളുടെ വിശ്വാസം മൂലം നിങ്ങൾക്ക് ഈ ലോക ജീവിതത്തിലും മരണശേഷമുള്ള നിത്യജീവനിലും സകല ഉറപ്പും സമാധാനവും ലഭിക്കും. അതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം മാത്രം മതി നിങ്ങൾ രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ. ആമേൻ.